Hi guys, welcome back to my YouTube In channel. 500 meters, turn right onto National ഇന്ന് Highway Sunday ആണ്. 544. ഓക്കെ, ബേബി അപ്പയുടെ വീട്ടിൽ പോവാം. ഇന്ന് സൺഡേ ആണ്. രാവിലെയൊക്കെ ചേട്ടൻ്റെ തിരക്കിൽ പോയി, നമ്മൾ ബേബിയുടെ തിരക്കിൽ പോയി. ഇപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ വീടെന്ന് പറയുന്നത് തൃശ്ശൂരാണ്. പക്ഷെ ഞങ്ങൾ തൃശ്ശൂരൊക്കെ താമസം മാറുന്നതിന് മുമ്പ് ഞങ്ങൾ കളിച്ച് ജനിച്ച് വളർന്നൊരു വീടുണ്ട് അല്ലേ നമുക്ക്, കണ്ടശാങ്കടവിലെ കാരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പഴയ വീട്ടിലേക്ക്. Turn right onto National Highway 544. എസ് കുഞ്ഞ് ഇപ്പൊ കുഞ്ഞല്ലേ, അതുപോലെ അമ്മ ബേബി കുഞ്ഞ് ഭാവിയായിരുന്ന സമയത്ത് അമ്മ ഉണ്ടായ വീട്, അമ്മ കളിച്ച് നടന്ന വീടിന്ന് കാണാനാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബാപ്റ്റിസം ഉണ്ട് കസിൻ്റെ കൊച്ചിൻ്റെ. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ വഴി എങ്ങോട്ട് പോവാണ്? അമ്മയുടെ പഴയ വീട്ടിൽ പോവാന്ന് പറ. ഓക്കെ. ആൻഡ് ഓൾസോ വി ഹാവ് അവർ ചേട്ടനോട് ഉണ്ട് കേട്ടോ, ഞാൻ വണ്ടി ഓടിക്കും. Continue. ഷൂസോ? അത് കുഞ്ഞു ബേബിയുടെ ഷൂസ് അല്ലേ? വലിയ കുട്ടിയായില്ലേ? നല്ല ഭംഗിയുണ്ടല്ല. അത് രണ്ടെടുത്ത് നല്ല രസമുണ്ടോ? പല്ലുകൾ തേക്കണ്ടേ, ഓമന മുഖവും കഴുകേണ്ടേ, അച്ഛൻ തന്നൊരു ഉടുപ്പിട്ട് അമ്മ തൊടിക്കും, സ്കൂളിൽ പോവേണ്ടേ. എനിക്ക് വഴിയൊക്കെ ഓർമ്മ വന്നു തുടങ്ങി. ഇപ്പൊ ഈ പാടം കഴിഞ്ഞിട്ട് ഇനി കാഞ്ഞാണിയിലൊരു പാടുണ്ട്. ആ പാടത്തായിരിക്കും കുളിച്ചു വളർന്നത്? അല്ല, എല്ലാ ദിവസവും സ്കൂൾ ബസ് പോകുന്ന സാധാരണ ഒരു വഴി പോലും ഓർക്കാത്ത കുളിച്ചു വളർന്ന സ്ഥലം വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇതെനിക്ക് അറിയാം ഈ വഴികളൊക്കെ. അതിനാണ് ഗൂഗിൾ മാപ്പ് വെച്ചോണ്ടിരിക്കുന്നത്. അത് ഞാൻ ഈ ഒരു റോട്ടിലേക്ക് എത്താണ്, ഇനി അങ്ങോട്ടേക്ക് നേരെ അങ്ങ് പിടിച്ചാ മതി ബ്രോ. അതാ ഒരു ഷിപ്പ് പോലെയുള്ള കപ്പലുണ്ടാ. ഇതാണ് അമ്മ പഠിച്ച സ്കൂൾ. ശരിക്കും ഞങ്ങള് പഠിച്ച കൊറേ സ്കൂൾ ബിൽഡിംഗ് ഒക്കെ അവര് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. സ്വാഭാവികം. ഞാൻ പഠിച്ചത് പിള്ളേരില്ലാത്ത എന്താ റീസൺ എനിക്കറിയില്ല. പക്ഷെ ഞങ്ങള് മെച്ചപ്പെടണ്ടേ, എന്നാലേ പിള്ളേരോട് വരുള്ളൂ. ഞാൻ അവിടുത്തെ ഫുൾ A+ ഹോൾഡർ ആയിരുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. 5 പിള്ളേരും 5 പിള്ളേരില്ല, നല്ല സ്കൂളായിരുന്നു. പിന്നെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മ പറഞ്ഞ അമ്മ ഒരു പാടണെന്ന് പറഞ്ഞില്ല. ഇത് കഴിഞ്ഞ കാഞ്ഞാണി എത്തും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്താണത്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന കപ്പേളയാണിത്. ഇവിടുത്തെ വീടുകളൊക്കെ ഒരുപാട് മാറി. ആക്ച്വലി സ്പീക്കിംഗ് എല്ലാ വീടുകളും മാറി, പലരും പുതുക്കി പണിത്. ഈ വീടുകളും എല്ലാ വീടുകളും തന്നെ മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ വീടുകളൊക്കെ മാറിയിട്ട് എനിക്ക് ഏതാണെന്ന് മനസ്സിലാവുന്ന പോലും ഇല്ല. ഇതിനുള്ള വീട് ശരിയാ. അപ്പൊ ഇതാണ് നമ്മുടെ പഴയ വീട്. ഇതന്നെ. ഇതാണ് ഞങ്ങളുടെ പഴയ വീട് അല്ലേ, പഴയ വീട്. ഞാൻ 5 വർഷം മുന്നേ വന്നതാണ് ചേട്ടാ. ഇത് മറ്റേ ഉണ്ണിച്ചേച്ചി പറഞ്ഞ തിയറി സ്റ്റെപ്പ്, ലാഭം നഷ്ടം ലാഭാണോ? പപ്പടി ചോദിക്കും ലാഭാണോ? ലാഭാണോ? ഒരു കണ്ടന്റിന്റെ കഴിഞ്ഞതേ ഉള്ളു. ഈ വാതിലൊക്കെ പഴയതായിരുന്നു ചേട്ടാ, ഇപ്പൊ പൊളിച്ച് പപ്പ നട്ടുപിടിപ്പിച്ച മാവ്. അതല്ലേ ഒബ്വിയസ്ലി. ഹലോ 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 ഹലോ. നമ്മുടെ വീട്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൂം ഇതായിരുന്നു തോന്നുന്നു. ഇതാണ് തമ്മിലൊരു ബിഗ്ഗസ്റ്റ് റൂം ചേട്ടാ. ഇവിടെയാണ് പ്രസവം കഴിഞ്ഞ ആൾക്കാരൊക്കെ കിടന്നിട്ടുണ്ടാവും. എനിക്ക് ഭാഗ്യത്തിന് ആ ഭാഗ്യം ഉണ്ടായിരുന്നു.
ചിഞ്ചേച്ചിയുടെ പ്രസവം, തത്തേച്ചിയുടെ പ്രസവം, എല്ലാ പ്രസവം കഴിഞ്ഞ ലേഡീസിന്റെ റൂമായിരുന്നു ഇത്. പക്ഷെ ഇപ്പൊ ഇത് കാണുമ്പോ ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടത്തെ സ്വിച്ചുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത റൂം ഈ വീടിന് എത്ര പഴക്കണ്ടടി? ഈ വീടിന് എത്ര പഴക്കുണ്ട് നോക്കെ? പിന്നെ ഈ റൂം എന്ന് പറയുമ്പോ കമ്പാരിറ്റീവ്ലിയുള്ള ഒരു ബിഗ്ഗസ്റ്റ് റൂം ആയിരുന്നു. പക്ഷെ ഈ റൂമിന് ഒരു ഡിഫക്റ്റ് ഉണ്ട്. അല്ല, എയർ ഹോൾ ഇല്ല ഈ റൂമിന്. അപ്പൊ ഇത് ഭയങ്കര ചൂടുള്ള റൂമാണ്. പണ്ട് ഇവിടെ ജീവിക്കുമ്പോ ഇതൊക്കെ ഭയങ്കര വലിയ സ്ഥലങ്ങളായിട്ട് തോന്നി. പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഭയങ്കര അതായിരുന്നു. ആ ശരിയാ, പണ്ട് ഇവരുടെ മുറിയായിരുന്നു. പക്ഷെ ഈ റൂമിനകത്ത് ഒരു കുർബാന സ്വീകരണം കഴിയണ വരെ പപ്പയുടെ അമ്മയുടെ ഡേയിലാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഓം ശാന്തി ഓമിന്റെ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഈ റൂമിന് അത്ര ഫാൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് എയർ ഹോൾ ഇല്ലാത്ത തന്നെ നല്ല ചൂടുള്ള റൂം, ഏറ്റവും ചൂടുള്ള റൂം ഇതായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ അപ്പാപ്പന്റെ. ഇത് എന്റെ റൂമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിടയ്ക്ക് ഇതെന്റെ 6ാം ക്ലാസ്സിലൊക്കെ ഇതെന്റെ പ്രൈവറ്റ് റൂമായിരുന്നു. ഇതാണ് ഞാൻ 6ാം ക്ലാസ് മുതൽ ഒറ്റയ്ക്ക് കിടന്ന റൂം. അത്തൊരു മുറിൽ മാത്രം അറ്റാച്ച് ബാത്റൂം. പിന്നെ ഇതിന്റെ വാല് പണ്ടത്തെ വെച്ച് 2 വെച്ച. ഈ റൂമായിട്ട് എനിക്ക് കുറെ മെമ്മറീസ് ഉണ്ട്. കാരണം ഈ ചേച്ചിമാരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോയതിനു ശേഷം, അടുത്ത് കല്യാണം കഴിഞ്ഞും പഠിക്കാനൊക്കെ പോയതിനു ശേഷം ഈ റൂമിൽ ഞാൻ കുറെ നിന്നിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ഒരു കട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഇതിനുള്ളിൽ കുറെ പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ റൂമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിച്ചിട്ട് എന്റെ മെമ്മറീസ് ഉള്ള ഒരു സ്കൂൾ കാലഘട്ടത്തിലെ റൂം. പിന്നെ അതൊരു TV യൂണിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി തോന്നുന്നു. ഇതിൽ നിറച്ച് ഞാൻ വാങ്ങിക്കൂട്ടിയ സമ്മാനങ്ങളായിരുന്നു. അല്ലേ, ഇതില് ഫുൾ എന്റെ സർട്ടിഫിക്കറ്റ്, എന്റെ ട്രോഫി, എന്റെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളായി പോയി. പണ്ട് ഞാനൊരു ബുജിയൻ, എന്റെ ട്രോഫീസ് എന്റെ എവിടെ എന്റെ അല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന. ഞാനായിരുന്നു ആ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇത് പഴയ ആദ്യം ഉണ്ടാക്കിയ ഒരു കുഞ്ഞു വീടിന്ന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത വീടായതുകൊണ്ട് ഞങ്ങൾക്ക് കിച്ചണിൽ നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇതാണ് ഡൈനിങ് റൂം. കട്ടൻ ചായന്റെ ആണോ? എന്താ ചേട്ടാ അപ്പൊ ഇതാണ് കൂടുതല് ഇത്ര ഉണ്ടായിരുന്നുള്ള ചേട്ടൻ വീട്. ആദ്യം ഇവര് പണിത വീട്. അതായത് ഇതായിരുന്നു പുറത്തേക്കുള്ള വാതില്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ് ഡൈനിങ് ഹാള്. ഇതാണ് ഡൈനിങ് ഹാള്. ഈ റൂമാണ് ഡൈനിങ് ഹാള്. ഇത് ഇവിടെ കോണിന്റെ അടിയിലായിരുന്നു. ഇവിടെ ആക്ച്വലി ഇതും കിച്ചണിലേക്കുള്ള വാതിലൊക്കെ ആയിരുന്നു. കിച്ചൺ അതാണ്. ഇതാണ് ഡൈനിങ് ഹാള്. ഇവിടെ പിന്നെ ഇവിടെയായിരുന്നു ഞങ്ങളുടെ കോമൺ ബാത്റൂം. ഞങ്ങളുടെ വാഷിംഗ് ഏരിയ ഒക്കെ ഇവിടെ നിന്ന് പുറത്തേക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ പിന്നെ ഈ ബാക്കിൽ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടൈലൊക്കെ ഇപ്പൊ റീസെന്റ് ഇട്ടതാ. ഇത് നമ്മുടെ വല്യപ്പന്റെ വീടാണ്. ഇവിടെ തീരെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുമായിട്ട് ഓടി കളിക്കാൻ പറ്റിയതായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ കിച്ചൺ. സംഭവം പഴയ വീടാണെങ്കിലും കിച്ചണ് ഭയങ്കര വലുപ്പമായിരുന്നു. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇത് ഒരു ഇത്രയും, അതായത് ഈ ഒരു ഏരിയ മാത്രം പിന്നീട് എടുത്തതാണ്. ഇത് പഴയ കിച്ചണാണ്. പിന്നെ ഇതിൽ ഞങ്ങളുടെ ഒരു സ്റ്റോർ റൂം. കട്ടിലാണ് ഗൈസ്. പിന്നെ ഞങ്ങള് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. സ്റ്റോറേജ് ഐറ്റംസ്. പിന്നെ ഉള്ള വീടിന്റെ ഒരു ബാത്റൂം, മുകളിലുള്ള ബാത്റൂം. പിന്നെ ഇവിടെ 2 റൂമാണ്. പക്ഷെ 2 റൂം തമ്മില് പാർട്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്ഥലമായിട്ട് ഇതൊക്കെ പിന്നീട് എടുത്തതാണ്. ഈ റൂമും ആ റൂം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ റൂമിലായിരുന്നു എല്ലാവരും. അതായത് ഇവിടെ ഉള്ളപ്പോഴാണല്ലോ, അതായത്
ഇവിടെ ഒരു റെഡ് അലമാരി ഉണ്ട്, അതാണ് ഇപ്പൊ ഫ്ലാറ്റിലുള്ള അലമാരി. ചിഞ്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ തത്തേച്ചിയുടെ, എന്റെ കല്യാണത്തിന് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ പുതുമോടികളുടെ ഒരു റൂമായിരുന്നു ഇത്. ഇതാണ് പുതുമോടികളുടെ റൂം. ഇവിടെ കിടക്കാനുള്ള ഭാഗ്യം ചേട്ടനുണ്ടായില്ല. ഇവിടെ കിടന്നുണ്ട് ആമി മോളെ. ആമി തൊട്ട് മറ്റേ വീട്ടിലെ പ്രസവം ഫ്ലാറ്റിലായില്ലേ. ഫസ്റ്റ് സമയങ്ങളിലൊക്കെ ഇത് എന്റെ റൂമായിരുന്നു ഈ മുറി. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിച്ചിരുന്ന എന്റെ റൂമായിരുന്നു ഇത്. സോ ദിസ് ഈസ് അബൌട്ട് മൈ ഓൾഡ് ഹോം. നൊസ്റ്റാൾജിയ ഉണ്ട്. പിന്നെ ഞങ്ങൾ അത് പറയാൻ പാടില്ലല്ലോ അല്ലേ. ഞങ്ങള് പിന്നെ ഈ ജനലിന്ന് അപ്പുറത്തപ്പുറത്തൊക്കെ ഫുൾ വായ. ഇവിടെ ആക്ച്വലി ഇവിടെ നല്ല സ്പേഷ്യസ് ആയിരുന്നു, ടൈലൊന്നും ഇട്ടുന്നില്ല. പപ്പ ട്യൂഷൻ എടുക്കുമ്പോ ഫുൾ ട്യൂഷൻ പിള്ളേരൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് വായ നോക്കിയിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ട്യൂഷൻ പിള്ളേര് ആരോ വായ നോക്കിയിരുന്നത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ വായ നോക്കാൻ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ നൈറ്റി ഇട്ട് കളിച്ച ഡാൻസും എന്റെ വൈറലായി. വീട്ടില് ചെന്നിട്ട് കൊച്ചു ചോദിച്ചു അമ്മച്ചി ഉണ്ടാക്കുന്ന പോലത്തെ ദോശ ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ ഉണ്ടാക്കിയ ദോശ അതുപോലെ ഒന്നാവില്ല. ഗോതമ്പ് ദോശ അല്ല, നെയ്യും പഞ്ചസാരൊക്കെ ഇട്ടിട്ട്. ഇവനെന്നെ ഏപ്രിൽ ഫൂളിന് പറ്റിക്കണ റൂം അത്. എന്റെ റൂമായിരുന്നു ഇത്. ഞാൻ എത്ര വയസ്സ് വരെ അമ്മയുടെ കൂടെ? 10 വയസ്സ് വരെ ഞങ്ങളുടെ നടുക്കില് കിടന്നിട്ട്. നടുക്കല്ല, സെപ്പറേറ്റ് കട്ടില്. പപ്പ സെപ്പറേറ്റ് കട്ടില്, അമ്മയും മോളും അല്ലെങ്കിൽ അതുവരെ നടുക്കിലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്നെ ഐസൊലേറ്റ് ചെയ്തു, ഞാൻ ഒറ്റപ്പെട്ടു. ഇല്ല, നിങ്ങൾ ഐസൊലേറ്റ് ചെയ്തല്ലേ. റൂമാ കണ്ടത്. ഇതൊക്കെ ഇപ്പൊ റീസെന്റ് ഇട്ടതാ. ഇവിടെ ഫുൾ മണ്ണായിരുന്നു. അലക്കുകല്ലൊക്കെ ഉണ്ടായിരുന്നു ഫുൾ. ഇതാണ് എന്റെ കൊറേ, അതായത് ഇവരെ എല്ലാവരും പപ്പ പഠിപ്പിച്ചതാണ്. ഞാൻ 10ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്നാലും എന്റെ ഒരു വലിയ മെമ്മറിയാണ് ഈ ട്യൂഷൻ ക്ലാസ് എന്ന് പറയുന്നത്. കൂടുതൽ പഠിപ്പിച്ചത് പ്രത്യേകിച്ച് ഈ ഓണത്തിന് ശേഷം ഇച്ചിരി വെയിറ്റ് വെച്ചില്ലേ, ഇച്ചിരി തടിച്ചില്ല. നിങ്ങൾ കൂടുന്ന മറ്റേ ചിപ്സ് 18-20 വയസ്സിൽ പപ്പ പഠിപ്പിക്കാൻ തുടങ്ങി. അതിന് മുമ്പ് ഒറ്റയ്ക്ക് ചരിത്രം പറയാൻ അറിയില്ല. ഇല്ല, നേരെയുടെ 10ാം ക്ലാസ്സിലാണ് ട്യൂഷൻ നിർത്തിയത്. ചേട്ടൻ ഞങ്ങൾ 27ാമത്തെ ബാച്ചായിരുന്നു. ഞാൻ 30 അപ്പൊ 30 വർഷമായ. ഇവിടെ ഇപ്പോഴും ട്യൂഷൻ ഇല്ലേ? പണ്ട് ഇങ്ങനത്തെ ചെയറൊന്നായിരുന്നില്ല, ബെഞ്ചും ഡെസ്ക് ആയിരുന്നു. ഇവിടെ സൈഡില് ഫുൾ ബോയ്സിന്റെ സൈഡും ഞങ്ങളുള്ള സമയത്ത് അവിടെ ഗേൾസ്, ബോയ്സ് എണ്ണം കൂടിയതുകൊണ്ട്. പിന്നെ ഐ എം എ റിട്ടയേർഡ് ബുജി MBBS. ചേട്ടനും നോക്കി നോക്കുക, ചിലപ്പോ ഞാനൊരു റിട്ടയേർഡ് ബുജിയാണ്. MBBS കുഞ്ഞു ബുജിയല്ല, കുഞ്ഞു ഡോറ. പിന്നെ പപ്പ എല്ലാ ദിവസവും ടെസ്റ്റ് പേപ്പറിലുണ്ട് ഒരു ബുക്ക്. പപ്പ അത്യാവശ്യം ഫേമസ് ആയിരുന്നില്ലേ? പിന്നെ പപ്പ ഫേമസിന് ഒരു പേരൊന്നുമില്ല, പക്ഷെ വാമൊഴിയായിട്ട് ജോഷി മാസ്റ്റർ ട്യൂഷൻ എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ട്. ട്യൂഷന് അഡ്മിഷൻ കിട്ടാനായിട്ട് വെഡിങ് റിംഗ് എടുക്കാൻ പോയപ്പോ വെഡിങ് റിംഗ് സെലക്ട് ചെയ്തെന്നാണ് പപ്പയുടെ കൂടെ ട്യൂഷൻ പഠിച്ചത്.
അതായത് നമ്മള് ഈ ഒരു ഏരിയയിൽ എവിടെ പോയാലും പപ്പയുടെ സ്റ്റുഡൻസിനെ കാണാം. ഏതെങ്കിലും സെന്റിലേക്ക് പുറത്തല്ലേ എവിടെയെങ്കിലും ഒരു പോയ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു അറിയുന്ന ആള് പപ്പയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ എവിടെയും പോയ ഒരാളുണ്ടാവും. ഇപ്പോഴും അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. വരെ ഉണ്ട് സ്റ്റുഡൻസും ഫ്രണ്ട്സും ഒക്കെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്. സ്റ്റിൽ പപ്പ ഇത് റിവൈസ് ചെയ്ത് വീണ്ടും ഇപ്പൊ ട്യൂഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാം. റിട്ടയർമെന്റ് ലൈഫ് ട്യൂഷൻ എടുത്ത് എൻജോയ് ചെയ്യാം. പിള്ളേരെ അടിക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. പണ്ട് പപ്പയ്ക്ക് ഇങ്ങനെ പേരവടി, ചൂരൽ വടി, അങ്ങനെ പല സൈസ് ഇങ്ങനെ വടികൾ ഉണ്ടായിരുന്നു. കാലുവെട്ട് അടിക്കായിരുന്നു. നീ ഇറങ്ങോ? ചേട്ടൻ ഇറങ്ങോ? ഇവിടെ എന്താ നോക്കട്ടെ. ഹോം ടൂർ കഴിഞ്ഞാ? ഹോം ടൂർ ഇത് കാർ ഷെഡിലേക്ക് പോകുന്നു. സോ ദിസ് ഈസ് ദ വ്യൂ ഓഫ് അവർ ഹൗസ് ഫ്രം ഔട്ട്സൈഡ്. ഇവര് ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ചേച്ചിമാരായിരുന്നു. ഇവരുടെ കൂടെ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാല് കാണുന്ന വീട്ടുകാരോട് നാട്ടുകാരോട് എല്ലാരോടും. എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എനിക്ക് ഇവരുടെ കൂടെ പോകുന്നത് ഇഷ്ടമല്ല. ഏതാണ്ട് നാട്ടുകാർ മൊത്തം ഇവരുടെ പരിചയക്കാരും അല്ല. ഈ രണ്ട് ടീംസും അങ്ങനെയായിരുന്നു. എന്താ ഇതാണ് ഞങ്ങളുടെ ബിന്ദു ആന്റി. ബിന്ദുവിനെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ ബിന്ദു പറഞ്ഞു. ഞങ്ങളെ വല്യപ്പന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഷോർട്ട് കട്ട് കഴിഞ്ഞു. ഇതൊക്കെ ഏതാ വീട്? ഹലോ. പിള്ളേഴ്സ് ആർ ലൈക്ക് ഹലോ 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 ഹലോ. ഇവിടെയാണ് പട്ടി. ബേബി ബബ്ബു കടിക്കും. ബേബി പേടിച്ചു. എന്ത് വായിൽ വെച്ച കടി കിട്ടുന്നു? ഓ ശരി, ബൈ ചേച്ചി. വ്ളോഗിന് വേണ്ടി ബൈ ബൈ ബൈ. ചൂടാക്കിയില്ല പൊട്ടു. വലിയ ആനന്റെ അടുത്തിലൂടെ പോകുന്നത് ഡേഞ്ചറസ് ആയിട്ട്. ഈ വള്ളംകളിയൊക്കെ നടക്കുന്ന പുഴയതാ. തള്ളല്ല, സത്യമായിട്ട് വള്ളംകളി ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നു. ഫംഗ്ഷനുള്ള ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളിതേ പരിപാടിക്ക് എത്തിയേക്കാണ്. നമ്മളങ്ങനെ ദേ മാമോദിസയ്ക്ക് എത്തിയേക്കാണ്. പോണില്ലല്ലോ.
ഹലോ. എന്നെ എടുക്കാനാണോ അത് എന്നെ എടുക്കണോ? ഹലോ. ഏത് പിടിക്കും? വ്ളോഗുണ്ട് വ്ളോഗുണ്ട്. ചിഞ്ചേച്ചിയാണോ കരയിപ്പിച്ച കൊച്ചിനെ? വീഡിയോ വേണ്ടേ? വീഡിയോ ആക്കിണ്ട്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നിറച്ച് പരിപാടിയാണ്. എല്ലാവരും വന്നതില് സന്തോഷം. ഫോട്ടോ കണ്ടു ലഭിച്ച് ചിന്തേച്ചിയുടെ ഫോട്ടോ സെഷൻസ് ആരംഭിച്ചു. നമ്മ ഫസ്റ്റ് ഇരുന്നാ ഞാൻ ഫസ്റ്റ് കുട്ടികളെ വേണമെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാരും ഐസ്ക്രീം കഴിക്കുന്ന അമ്മ സാധാ ഡോക്ടറെ കാണിച്ചു. പിള്ളേർക്ക് കൊടുക്കാണ്ട് ഒറ്റയ്ക്ക് ഇത്രയും ഐസ്ക്രീം കഴിച്ചിട്ട് ആ പിള്ളേർക്ക് ഐസ്ക്രീം കൊടുക്കാത്തത്. പിള്ളേർക്ക് പിള്ളേരെ വിളിച്ചു ചേർത്തുന്നുണ്ട്. നീ പഞ്ചായത്തെ വിട്ടോ? ആമി വരുന്നുണ്ട്. പിള്ളേരെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ ഐസ്ക്രീം തിന്നണം, ഞങ്ങൾക്ക് തരാണ്ട്. എന്തേന്ന് അവനൊന്നും പ്രശ്നമില്ല, അവന് പ്രശ്നമില്ല. ആമി നോക്കണൊക്കെ ഓക്കെ. ഡിവോഴ്സ്, അമ്മ ഡിവോഴ്സ്, അമ്മയായിട്ട് ഡിവോഴ്സ്. നന്നായി. ഇത് ഇതെന്താ വീണ്ടും പൊടി 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 എന്നാണ് പറയല്ലേ? കൊള്ളാം. ഇത് കൊറേ ഇട്ടെന്ന് എനിക്ക് അല്ലാണ്ട് ചോദിച്ചിട്ടല്ല. അല്ല, ചിലപ്പോ വിചാരിച്ചതായിരിക്കും ഇനി അടുത്ത ട്രിപ്പ് വരണ്ട, ഒറ്റ ട്രിപ്പിൽ മേടിച്ചിട്ട് വായിക്കാന്ന്. വയറിന്നറിഞ്ഞു. ബേബി അവിടെ പ്രാന്തായി നടക്കുന്നുണ്ട്. ഹലോ, നിന്റെ പല്ല് എവിടെ പോയടാ? വന്നു
നിങ്ങളുടെ ഗോസിപ്പിംഗ് സെഷനാണ് അവിടെ നടക്കുന്നത്. ഗോസിപ്പിംഗ് അല്ല പോയി ഞങ്ങള് ലേറ്റ് ആയി പോവാ, അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ ബൈ ഓമൽ ബേബി. ബൈ ബൈ പറ. ബൈ. നീ ഇറങ്ങാണോ? ഓക്കെ ബൈ. ഷോർട്ട് കട്ട് വഴി പോവാന് ഞങ്ങൾ ഇറങ്ങാണ്. ബൈ ബൈ. ഒരു ബലൂൺ മേടിച്ചു ഞാൻ അത് മേടിച്ചാ ബലൂൺ വേണ്ടേ? ഉമ്മ കൊടുത്ത് ഉമ്മ ഉമ്മ കൊടുക്ക്. ബൈ. ശരി അമ്മ. ഉമ്മ കൊടുത്ത് ബൈ ഓമൽ ബേബി.